ഡോക്ടർ ഷിജു ഖാൻ, കേരളത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്തിനായിരുന്നു മത്സരിച്ചത് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാവുകയാണോ? വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളോട് ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സൂചനയും ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന നിലയിൽ വന്നിരുന്നില്ല. വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹം റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള നേതാവോ സ്ഥാനാർത്ഥിയോ എവിടെയൊക്കെ മത്സരിക്കണം എന്നതൊക്കെ അവരുടെ പാർട്ടിയുടെ സ്വാതന്ത്ര്യമായിട്ട് അവർ പരിഗണിക്കുന്നു. എന്നാൽ എന്തിനാണ് വയനാട്ടിൽ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചത്? നമ്മുടെ രാജ്യത്ത് BJPയുമായിട്ട് ഏറ്റുമുട്ടുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സിന് BJPയുമായിട്ട് നേർക്കുനേർ മത്സരിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ടായിട്ടും കേരളത്തിൽ വന്ന് LDFുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനാണ് ശ്രീ രാഹുൽ ഗാന്ധി തീരുമാനം കൈക്കൊണ്ടത്, കോൺഗ്രസ് തീരുമാനം കൈക്കൊണ്ടത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുകയുണ്ടായി. ഇപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ച് നിൽക്കുമ്പോഴാണ് വയനാട്ടിലെ ജനത, വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ജനതയോട് എന്താണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പറയാനുള്ളത്? അല്ലെങ്കിൽ മുൻകൂട്ടി അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം പറയാമായിരുന്നല്ലോ, റായ്ബറേലിയിലും ഞാൻ മത്സരിക്കും, വയനാട്ടിലും ഞാൻ മത്സരിക്കും. ഇതൊരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന സ്വാഭാവികമായും പൗരന്മാരുടെ മുന്നിൽ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? അങ്ങനെ മറച്ചു വെച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? അത് രാഹുൽ ഗാന്ധിയെപ്പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് എങ്ങനെയാണത് മറച്ചു വയ്ക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട. പക്ഷേ അതുകൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങളെയും വയനാട്ടിലെ വോട്ടർമാരെയും യഥാർത്ഥത്തിൽ കബളിപ്പിക്കുകയല്ലേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത്, കഴിഞ്ഞ തവണത്തെ അനുഭവം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുകയുണ്ടായി. അമേഠിയിൽ നമ്മൾ കാണേണ്ടത് 1977 മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 67 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കോൺഗ്രസ്സിന് വ്യക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ 2004 രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, ജയിക്കുന്നു. 2009 രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, 3.70 ലക്ഷം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു. 2014 ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോകുന്നു. 2019 അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ്, അമേഠിയിൽ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ അദ്ദേഹം റായ്ബറേലിയിലാണ് മത്സരിക്കുന്നത്. 77 ഭാരതീയ ലോക്ദളും 96ലും 98ലും BJPയും വിജയിച്ച ആ ഘട്ടം ഒഴികെ മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ജയിച്ചു വരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉത്തർപ്രദേശിൽ ആകെ കോൺഗ്രസ്സിന് ജയിച്ച 80, ഞാൻ മനസ്സിലാക്കുന്നത് 80 പാർലമെൻറ്റ് സീറ്റിൽ ആകെ കോൺഗ്രസ് ജയിച്ച ഒറ്റ മണ്ഡലമാണ് ഈ റായ്ബറേലി. എന്ന് മാത്രമല്ല, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 399 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ 2 സീറ്റാണ് അവിടെ കോൺഗ്രസ്സിന് വിജയിച്ചു വരാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റായ്ബറേലിയിലേക്കാണ് അദ്ദേഹം വീണ്ടും പ്രവേശിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങളോട്, വയനാട്ടിലെ ജനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താൻ അനുവദിക്കുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ പതാകയും അവരുടെ സിമ്പലും ഉയർത്താൻ അനുവദിക്കുന്നില്ല. ഇതെല്ലാം കൂടി ഉപയോഗിച്ചാൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും BJPക്കും RSSനും അവരുടെ പ്രീതി നഷ്ടപ്പെടാൻ ഇടയാക്കും എന്നുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പതാക ഉപയോഗിക്കേണ്ട എന്ന തീരുമാനം രാഹുൽ ഗാന്ധി എടുക്കുന്നു, കോൺഗ്രസ് എടുക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. ശ്രീകുമാർ പറഞ്ഞത് 2019 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലും ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതെന്നാണ്. കർണാടകത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായില്ലല്ലോ ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. അതിൻ്റെ കണക്കുകൾ ഡേറ്റ വെച്ച് ശ്രീ ലാലിന് അനലൈസ് ചെയ്യാം.
കർണാടകത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ സ്വാധീനം ഉണ്ടായോ? വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായോ? തമിഴ്നാട്ടിലാണെങ്കിലോ, തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണോ അവിടെ ഉപയോഗിക്കുന്നത്? തമിഴ്നാട്ടിലെ അവിടുത്തെ പുരോഗമന മുന്നണി, DMK നേതൃത്വം കൊടുക്കുന്ന മുന്നണി, അവിടെ AIADMKയുടെ അടിത്തറ തകരുന്നു. അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന BJPക്കെതിരായിട്ട് വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉയരുന്നു. അതിനെയൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ശ്രീ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK നയിക്കുന്ന മുന്നണി, ആ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ എന്ത് സ്വാധീനമാണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതൊന്നും പിന്നെ ദേശീയ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം. അതൊന്നുമല്ല. ചില മണ്ഡലങ്ങളിൽ, കോൺഗ്രസിനൊക്കെ അടിത്തറയുള്ള ചില മണ്ഡലങ്ങളിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു പൊതുയോഗത്തിലെ പ്രസംഗമോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പ്രസംഗമോ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരുടെ പ്രസംഗമോ ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ കേൾക്കാൻ ആൾ വരും. പക്ഷെ തമിഴ് ജനത വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബദലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ തമിഴ്നാടിനെയും കർണാടകയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ മാറ്റം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതകരമാണെന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടി ശ്രീലാൽ പറയാം. അങ്ങനെയാണെങ്കിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ, 3 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ ഒന്നും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോയില്ലല്ലോ. കോൺഗ്രസിന് വലിയ അടിത്തറയുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും പോയില്ലല്ലോ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, BJPയോട് നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ, അത് ഗുജറാത്ത് ആകട്ടെ, രാജസ്ഥാൻ ആകട്ടെ, മധ്യപ്രദേശ് ആകട്ടെ, കർണാടക ആകട്ടെ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണല്ലോ. ഇവിടെ ഒന്നും രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റിൽ കൂടി മത്സരിച്ച് BJPയുമായിട്ടുള്ള ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ വയനാട്ടിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇത്ര 3 സംസ്ഥാനങ്ങളെ കാണാൻ അദ്ദേഹത്തിന് കാണുന്നത് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ്. അത് തീർച്ചയായിട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു സമീകരണമാണ്. ശരി.